ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് സ്കൂൾ തുറക്കല്ലേ. അപ്പം ഒന്ന് നേരത്തെ കിച്ചണിൽ കയറിയിട്ടാണ്. അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ വേഗം അവിടെ തന്നെ കിടക്കാറാണ് വീണ്ടും. അപ്പോൾ അതാ ഒരാളിവിടെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, നിസ്കാരമൊക്കെ കഴിഞ്ഞത് ടി വി കാണാണ്. അങ്ങനെ അവരെ യൂണിഫോം എല്ലാം തേച്ച് വെച്ച് റെഡിയായി. അങ്ങനെ അപ്പോൾ അവരിത് ഓരോരുത്തർ വന്ന് എഴുന്നേറ്റിട്ട് ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട്. പാത്തുവിൻ്റെ യൂണിഫോം മാറി ഇപ്രാവശ്യം ഇതാ കോട്ടുണ്ട്, അവൾക്ക് കോട്ടുമ്പോൾ എംബ്ലോ ഉണ്ട്, അതാണ് കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ ഐഷു ഇതാ ഡ്രസ്സ് മാറ്റി, ഐഷുവിനും ഉണ്ട് ഇപ്രാവശ്യം എംബ്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്രാവശ്യം എംബ്ലമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് പകുതി മുക്കാലം കഴിഞ്ഞപ്പോഴാണ് മൂത്ത ആൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ അതാ അവളെ ഈ ഡാൻസും പാട്ടൊക്കെ കണ്ടിട്ട് അവൾ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അത് അവർക്കിതാ ചോറൊക്കെ റെഡിയാക്കി. അപ്പോൾ ഒന്ന് ചോറും ഞാൻ കടല റോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും പയറുപ്പേരിയാണ് കേട്ടോ. അച്ചാർ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ പോകാൻ റെഡിയായി. ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ ഫസ്റ്റത്തെ ദിവസമല്ലേ, അപ്പം ഇന്ന് നല്ല സന്തോഷത്തിലാണ് പാത്തു. എന്താണെന്നറിയില്ല, പോകുമ്പോൾ ഭയങ്കര സങ്കടമാവും. പിന്നെ ഇതാ പോണ സമയത്തുള്ള ആ ഒരു സ്നേഹപ്രകടനം ഭയങ്കര, എനിക്ക് ടെൻഷനാണ് കേട്ടോ. സ്കൂളിൽ പോണ സമയത്ത് ഫസ്റ്റായിട്ട് പോകണ, വലുതായാലും ചെറുതായാലും എനിക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് കുറച്ചുകൊണ്ട് എത്തിയപ്പോൾ ഒരു വണ്ടി കിട്ടി, ഓട്ടോ കിട്ടി. അങ്ങനെ അത് ഓട്ടോയിൽ പോകണം. അങ്ങനെ സ്കൂളിലെത്തി. ഇപ്രാവശ്യം സ്കൂളിൽ കലാപരിപാടികളൊന്നുമില്ല കേട്ടോ, ചെണ്ടമേള മാത്രമേ ഉള്ളൂ. അപ്പോൾ മഴയൊക്കെ പെയ്ത കാരണമായിരിക്കാം. അപ്പോൾ ആദ്യം പാത്തുവിൻ്റെ ക്ലാസ്സിലേക്കാണ് ഞാൻ പോണത്. അപ്പോൾ ഐഷു പറയും എൻ്റെ ക്ലാസ്സിലേക്ക് വരണ്ട, പാത്തൂസിൻ്റെ ക്ലാസ്സിലേക്ക് പോയിക്കോന്നാണ് പറയണത്. ഐഷു കേട്ടോ, അവൾ വലിയ കുട്ടിയായില്ല, അവളെ ക്ലാസ്സിലേക്ക് വന്നാൽ ഞാൻ വീഡിയോ എടുക്കും എന്നുള്ള ഒരു നാണക്കേടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പാത്തുവിൻ്റെ ക്ലാസ് 2ാം നിലയുടെ മുകളിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറാനും ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ കയറുമ്പോൾ തന്നെ എനിക്ക് വയ്യാതായി, കാല് കടഞ്ഞിട്ട്. അങ്ങനെ അത് അവളെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. അങ്ങനെ ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ 6A ക്ലാസ്സിലാണ് അവൾ. അപ്പോൾ വേഗം തന്നെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാൻ വേണ്ടി പോയിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ അത് ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് ടീച്ചർ ചീത്ത പറയും അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറയാം എപ്പോഴും ഇരിക്കുമ്പോൾ ഫ്രണ്ട് ബെഞ്ചിലിരിക്കണം. അത് ജനലൊക്കെ തുറന്നിട്ട് റോട്ടിലേക്ക് നോക്കി നിൽക്കുക കേട്ടോ പാത്തു. നല്ല രസമുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ, സ്കൂൾ ബസ്സും കുട്ടികളും അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ അവർ ക്ലാസ്സിൽ ഇരുന്നിട്ട് കുട്ടികളും അവൾ ഫ്രണ്ട്സുകളും അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ. അപ്പോൾ ആ ഒരു കുറച്ച് പേര് വന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവൾ. അങ്ങനെ ഇതാ ഇവർ വന്നപ്പോൾ അവരോട് ഞാൻ പറയുകയാണ്, ഇവിടെ ഇരുന്നോ, ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നോളേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഇരിച്ചിരിക്കുക. അപ്പോൾ അപ്പുറത്തൊരു കുട്ടി വന്നിട്ട് ഇത് ആരായിക്കോ, ടീച്ചറാവോ അൽഹത്തിൻ്റെ ഉമ്മയാണോ എന്നൊക്കെയാണ് ആ കുട്ടിക്ക് ഡൗട്ട്. അതാണ് ഇന്നെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. ഞാൻ പറയുകയാണ് ഈ ചെറിയ സന്തോഷമൊക്കെ എന്നും ഉണ്ടാവണം, തല്ലുടിക്കരുത്, തെറ്റരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ അവളെ ഫ്രണ്ട്സുകളാണ്, ഇനി വരാണ്ട് കേട്ടോ കുറേ കുട്ടികളൊക്കെ, മറ്റവരൊന്നും വന്നിട്ടില്ല. ഞാൻ പാത്തുവിന് ക്ലാസ്സിലാക്കി ഐഷുവിന് ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഐഷുവിന് നാണക്കേട്, വീഡിയോ എടുക്കണ്ട, ഫോട്ടോ എടുക്കണ്ട പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നിട്ടാ. അപ്പോൾ ഇവിടെ നിന്നിട്ട് എല്ലാവരും പരിപാടി എന്തെങ്കിലും ഉണ്ടാവും വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം നിന്നു. കഴിഞ്ഞ പ്രാവശ്യം നല്ല പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പ്രാവശ്യം ഒന്നുമില്ല. അപ്പോൾ മഴ ഇനി കൂടുതൽ വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം നേരം അവിടെ നിന്നൊന്നുമില്ല. ചെണ്ടമേള ഉണ്ട് കേട്ടോ, ഇതന്നെ ഉള്ളൂ. 4 കുട്ടികൾ ചെണ്ട കൊട്ടണം. ഇത്തിരി നേരം നോക്കി നിന്നിട്ടാ. പിന്നെ ഞാൻ ഇവർക്ക് ബാഗൊന്നും വാങ്ങിച്ചിട്ടില്ല, ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ ബാഗൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. 3 ബോട്ടിൽ ഒരേപോലത്തെ വാങ്ങി, അല്ലെങ്കിൽ അടി പൊട്ടും ഇവിടെ. ഇത് പാത്തുവിൻ്റെ ബാഗാണ്, പാത്തുവിന് ഇത് മതി എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം തന്നെ വാങ്ങിച്ചു. അപ്പോൾ ഇത് ഐഷുവിൻ്റെ ബാഗാണ്. പിന്നെ മൂത്താൾക്ക് ബാഗ് വാങ്ങിയിട്ടില്ല, എന്തായാലും അവരുടെ ക്ലാസ് ആകുമ്പോഴത്തേനും വാങ്ങിക്കണം. 3 ആൾക്കും ഒരേപോലത്തെ ബോട്ടിൽ തന്നെ വാങ്ങിയിട്ടുണ്ട്. അത് പിന്നെ അടിയാവും പ്രശ്നം വെച്ചിട്ട് തന്നെ ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് മൂത്താൾക്ക് +1 ഇങ്ങനെ ടിഫിൻ ബോക്സാണ്. ഇതുവരെ ഇങ്ങനത്തെ വാങ്ങിയിട്ടില്ല, വേറെ സ്റ്റീലിൻ്റെതാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി, അവൾക്കും ഇഷ്ടമായി. പിന്നെ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പാത്തു മിക്കവാറും അടി ഉണ്ടാക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാവും. അങ്ങനെ നല്ല ബോട്ടിലാണ് കേട്ടോ, വാട്ടർ ബോട്ടിൽ നല്ലതാണ്. അധികം റേറ്റൊന്നും വരുന്നൊന്നുമില്ല. ഇതിൻ്റെ റേറ്റ് ഒരു 70 രൂപ അങ്ങനെ ഉള്ളൂ കേട്ടോ. നല്ല ബോട്ടിലാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വരുന്ന ടൈം കാത്തിരിക്കണം. അന്ന് വീട്ടിൽ നല്ല ബോറടി കേട്ടോ. അപ്പോൾ പാത്തില്ലാത്തൊരു വീട് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമ്പോൾ ഭയങ്കര തല്ലുട്ടാണ്, ഇല്ലാണ്ടായപ്പോൾ ഭയങ്കര ബോറോടും. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു, ബൈ.